കൊടൈക്കനാലിലെ നമ്മുടെ അവസാനത്തെ ദിവസമായിരുന്നു. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് തുടങ്ങി. ഇന്നലെ രാത്രി എത്തിയതുകൊണ്ട് തന്നെ റിസോർട്ട് മൊത്തത്തിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു പഴയ റിസോർട്ടാണിത്. ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ പുറത്തോട്ട് നല്ല വ്യൂ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ കൂടെ ഈ പച്ചപ്പും കൂടി ആകുമ്പോൾ അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇനി കൊടൈക്കനാലിലെ മെയിൻ സ്ഥലങ്ങളൊക്കെ കാണാനായിരുന്നു തീരുമാനിച്ചത്. ആദ്യം തന്നെ കോക്കേഴ്സ് വാക്കിലോട്ട് പോയി. ഇവിടുത്തെ വളരെ പ്രശസ്തമായ ഒരു വ്യൂ പോയിന്റ് ആണ് കോക്കേഴ്സ് വാക്ക്. പതിവ് പോലെ ഇവിടെയും മൂടൽമഞ്ഞ് വില്ലനായി വന്നു. അതുകൊണ്ട് തന്നെ താഴോട്ടുള്ള കാഴ്ചകൾ വളരെ കുറച്ച് മാത്രമേ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നല്ല രസമായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഗുണ കേവിലോട്ട് പോയി. ഇനിയാണ് കഥ. മൊത്തം തിരക്കായിരുന്നു. 6 കിലോമീറ്റർ കവർ ചെയ്യാൻ 6 മണിക്കൂർ എടുത്തു. നമ്മുടെ അന്നത്തെ ദിവസം തന്നെ മൊത്തത്തിൽ പോയി. കിട്ടിയെടുത്ത് വണ്ടി പാർക്ക് ചെയ്ത് പില്ലാർ റോക്കും ഗുണ കേവും കണ്ടിറങ്ങി. ഗുണ കേവ് ആണെങ്കിൽ മൊത്തം തിരക്കായിരുന്നു. അതിനകത്ത് കയറുമ്പോൾ തന്നെ മൊത്തം ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു. ആ തിരക്കിൻ്റെയും ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ 5:30 മണിയായി. വയറ് വല്ലാണ്ട് വിശക്കുന്നുള്ളത് തന്നെ ഞങ്ങൾ അടുത്തുനിന്നൊരു കോൺ വാങ്ങി കഴിച്ചു. എന്നിട്ട് അവിടെയുള്ള കടയിൽ നിന്ന് ഞങ്ങൾ ഒരു ഹോട്ട് ചോക്ലേറ്റ് വാങ്ങി കുടിച്ചു. ആ തണുപ്പത്ത് നല്ലതായിരുന്നു അത്. ഞങ്ങൾ എന്നിട്ട് നേരെ കൊടൈക്കനാൽ ലേക്കിലോട്ട് പോയി. അവിടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിലോട്ട് തിരിച്ചു. പോകുന്ന വഴിയിൽ ടെമ്പിൾ സിറ്റിയിൽ കയറി ഫുഡും കഴിച്ചിട്ട് നേരെ ഞങ്ങളങ്ങ് പോവാണ്. 3ാമത്തെ ദിവസം കൊളായെങ്കിലും മൊത്തത്തിൽ കൊടൈക്കനാൽ ട്രിപ്പ് അടിപൊളിയായിരുന്നു. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.